കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് അന്തസ്സുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കണം. സ്വന്തം പാർട്ടിയെയും ഒപ്പം തന്നെ കുടുംബത്തെയും വഞ്ചിച്ചിട്ട് ബി ജെ പിയിൽ പോയിരിക്കുന്ന സഹോദരി, മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരന്റെ പേരിന് അപമാനം വരുത്തിയിട്ടുള്ള, കുടുംബത്തിന് തന്നെ നാണക്കേട് വരുത്തിയ സഹോദരി തൃശൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പക വീട്ടേണ്ടത് എങ്ങനെയാണ്? മുരളീധരൻ നേരത്തെ ലോക്സഭയിൽ മത്സരിച്ച സന്ദർഭത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നുകൊടുത്ത ചരിത്രം മുരളീധരനാണ് സൃഷ്ടിച്ചത്. മുരളീധരനെ പരാജയപ്പെടുത്തി സുരേഷ് ഗോപി അവിടെ വിജയിക്കുമ്പോൾ സിറ്റിംഗ് സീറ്റായിരുന്ന തൃശൂരിൽ കോൺഗ്രസിന് 3-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തേണ്ട ഗതികേട് കൂടി വന്നു. അതിന് ഒരു കാരണക്കാരി സ്വന്തം സഹോദരി കൂടിയായിട്ടുള്ള പത്മജ വേണുഗോപാലാണ്. ആ പത്മജ വേണുഗോപാൽ 2016 തൃശൂരിൽ കാൻഡിഡേറ്റ് ആയിരുന്നു. 2021 കാൻഡിഡേറ്റ് ആണ്. ആരുടെ? കോൺഗ്രസിന്റെ. എന്നാൽ 2026 എത്തുമ്പോൾ അതേ പത്മജ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആണ്. എന്തൊരു മാറ്റമാണെന്ന് നോക്കിയേ. അപ്പോ ആ മാറ്റം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് കളങ്കമേറ്റത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരനാണ്. സ്വന്തം പിതാവിനോട് അദ്ദേഹത്തിന് ഒരംശമെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ, തന്റെ പരാജയം കൊണ്ട് തൃശൂരിൽ താമര വിരിഞ്ഞു എന്നുള്ള ഒരു നാണക്കേട് നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുടുംബത്തിന്റെ മാനം രക്ഷിക്കാനും പാർട്ടിയുടെ മാനം രക്ഷിക്കാനും എവിടെയാണ് മത്സരിക്കേണ്ടത്? തൃശൂരിലല്ലേ. തൃശൂർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം ബാലികേറ മലയായിട്ടുള്ള ഒരു മണ്ഡലമൊന്നുമല്ല. 2011 വരെ തേറമ്പിൽ രാധാകൃഷ്ണൻ എന്ന കോൺഗ്രസ്സുകാരൻ വിജയിച്ചിരുന്ന മണ്ഡലമാണ് ഇതേ തൃശൂർ. അതിനുശേഷം തുടർച്ചയായിട്ട് CPI വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി ബാലചന്ദ്രനെ മാറ്റിയിട്ട് ഇത്തവണ അവിടെ കവിയായിട്ടുള്ള ആലങ്കോട് രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ CPI ഒരു സർപ്രൈസ് തീരുമാനം കൈക്കൊണ്ടു. ആ സന്ദർഭത്തിൽ BJP അവിടെ 3-ാം വട്ടവും പത്മജയെ തന്നെ കളത്തിലിറക്കുമ്പോൾ 2 തവണ കോൺഗ്രസിനും 1 തവണ BJPക്കും വേണ്ടി മത്സരിച്ച അപൂർവ കാൻഡിഡേറ്റ് എന്ന ചരിത്രം സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിതാവിന്റെ മാനം രക്ഷിക്കാൻ, പാർട്ടിയുടെ മാനം രക്ഷിക്കാൻ കെ മുരളീധരൻ അന്തസ്സുള്ള, ഉശിരുള്ള, നട്ടലുള്ള കോൺഗ്രസ്സുകാരനാണെങ്കിൽ നേരെ തൃശ്ശൂരിലേക്ക് ചെല്ലൂ. കോൺഗ്രസിനും പാർട്ടിക്കും കുടുംബത്തിനും എല്ലാത്തിനും നാണക്കേട് വരുത്തിയ സഹോദരിയെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോപ്പിച്ച് അഡ്രസ് ഇല്ലാതാക്കുകയാണ് ഒരു സഹോദരൻ ചെയ്യേണ്ടത്. അല്ലാതെ പാർട്ടി സ്നേഹം ഉണ്ടെന്ന് പറയുമ്പോൾ സഹോദരി BJPയിലും സഹോദരൻ കോൺഗ്രസിൽ നിൽക്കുമ്പോൾ വരും കാലത്ത് സഹോദരി എന്ന പാലത്തിലൂടെ മുരളീധരനും BJPയുടെ കൂടണയുമെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട്.